ചികിത്സയില്ല, ചികിത്സിച്ച് റെഡിയാക്കാൻ പറ്റില്ല. എത്ര കോടികൾ ഉണ്ടായാലും ചികിത്സിച്ച് പോലും റെഡിയാക്കാൻ കഴിയില്ല. അപ്പോൾ നിർദ്ധരായിരിക്കുന്ന നമ്മളെ പോലത്തെ കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റിയിരിക്കുന്ന കുടുംബത്തിന് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ വിശ്വസിച്ച് മറ്റു പൈസയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണല്ലോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഭയം തേടുന്നത്. വെരിക്കോസ് വെയിനിന്റെ ചികിത്സയ്ക്കായി ഇപ്പോൾ വയനാട് മെഡിക്കൽ കോളേജായി മാറിയ ആശുപത്രിയിലെത്തുമ്പോൾ തന്റെ ജീവിതം കീഴ്മേൽ മറിയുകയാണെന്ന് ഹാഷിം കരുതിയില്ല. ഓപ്പറേഷന് ശേഷം കഠിനമായ വേദനയാണ് നേരിട്ടത്. പരാതിപ്പെട്ടപ്പോൾ ഡോക്ടർമാർ നിസാരവൽക്കരിച്ചു. വേദന കൂടി വന്നപ്പോൾ ഉള്ള ജീവനുമായി ഹാഷിം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഭയം തേടി. അവിടെ വെച്ചാണ് സംഭവിച്ചത് ചികിത്സാ പിഴവാണെന്ന് തിരിച്ചറിഞ്ഞതെന്ന് ഹാഷിം പറയുന്നു. കാൽ മുറിച്ചു കളയേണ്ടി വരുമെന്ന് പറഞ്ഞിടത്തു നിന്ന് 12 ശസ്ത്രക്രിയകളിലൂടെ അത് ഒഴിവാക്കാനായി. പക്ഷേ കാലിന്റെ ചലനശേഷി വലിയൊരളവോളം നഷ്ടപ്പെട്ടിരുന്നു. 2 വെയിനിൽ നിന്ന് മെയിൻ പ്രധാനപ്പെട്ട ഒരു വെയിൻ കട്ട് ചെയ്ത് പോയി. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതായി. ആ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതായത് മാനന്തവാടി മെഡിക്കൽ കോളേജുകാർക്ക് അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടും ആവശ്യപ്പെട്ടിട്ടും വേദന എന്ന് പറഞ്ഞ് അലറി വിളിച്ച് ഒരു രാത്രി മുഴുവൻ കരഞ്ഞിട്ടും അവർ മെയിൻറ്റെയിൻ ചെയ്തില്ല. ആരും വന്ന് നോക്കിയില്ല. പരാതികൾ നിരവധി ഇടങ്ങളിൽ നൽകി. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജിനോടും മന്ത്രി OR കേളുവിനോടും പരാതി പറഞ്ഞു. മന്ത്രിമാരൊക്കെ വാക്കു നൽകുകയല്ലാതെ ഒന്നും സംഭവിച്ചില്ല. ജീപ്പ് ഓടിച്ചും ഇലക്ട്രിക്കൽ ജോലി ചെയ്തും 6 അംഗ കുടുംബത്തെ ഒറ്റയ്ക്ക് നോക്കിയത് ഹാഷിമാണ്. PSCയിലെ ഡ്രൈവർ തസ്തികയിൽ 7ാം റാങ്ക് ഉണ്ടായിരുന്നതിനാൽ ജീവിതം വലിയ പ്രതീക്ഷയിലുമായിരുന്നു. എന്നാൽ ചികിത്സാ പിഴവിൽ കാല് നഷ്ടമായതോടെ ആ വഴിയും അടഞ്ഞു. ഇപ്പോൾ സിസ്റ്റം ഇരുളിലാക്കിയ പലരിൽ ഒരാളായി ഹാഷിമും ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ്. ജീവിതം മുന്നോട്ട് നീക്കാൻ എന്തെങ്കിലും വഴിയുണ്ടാകുമോ എന്ന സാധ്യതയും തേടി.